എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മടിയുള്ള ദിവസങ്ങളിൽ ലഞ്ച് ബോക്സിലേക്ക് പാക്ക് ചെയ്യാനും അതുപോലെ നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് കയ്യിൽ കരുതാൻ പറ്റുന്നതുമായ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു റൈസ് തയ്യാറാക്കാനായിട്ട് നല്ലെണ്ണ തന്നെ ഉപയോഗിക്കുക. സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഒന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. എണ്ണയെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഒക്കെ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം ഈ ഒരു റൈസിന് ഇതൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നിലക്കടല ചേർത്ത് കൊടുക്കാം. നിലക്കടലയ്ക്ക് ഞാൻ അങ്ങനെ അളവ് പറയുന്നില്ല, അത്യാവശ്യം ഒരു കൈപ്പിടി അളവിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 വറ്റൽമുളക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും അതുപോലെ തന്നെ നിലക്കടലയെല്ലാം നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്യുന്ന സമയത്ത് തീയെ ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെന്നൊരിക്കലും പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു റൈസിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തീയെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും എല്ലാം ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് ആ ഒരു പൊടിയുടെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ബസുമതി റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിത് വേണമെന്നൊരിക്കൽ പൊന്നിയരി ഉപയോഗിച്ചോ അല്ലെങ്കിൽ നല്ല ഇനം പച്ചരി ഉപയോഗിച്ചോ ഒരുപാട് കുഴഞ്ഞു പോകാതെ കൊണ്ട് ഉള്ള പച്ചരി വെച്ചിട്ടും നമുക്ക് ഈ ഒരു റൈസ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് കുറച്ചധികം വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒരു 90% അരി വേവിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, പക്ഷേ കുറച്ചും കൂടി ഉപ്പ് വേണം. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ചെറുനാരങ്ങയുടെ നീര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളെടുക്കുന്ന നാരങ്ങയുടെ വലിപ്പത്തിനനുസരിച്ച് അളവിൽ വ്യത്യാസം വരാം. ചിലത് നമുക്ക് 2 നാരങ്ങയൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എത്രത്തോളം പുളി വേണോ അതിനനുസരിച്ച് നാരങ്ങ നീരിൻ്റെ അളവും കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് അതുപോലെ തന്നെ ഓഫീസിലേക്കൊക്കെ പോകുന്നവർക്ക് ലഞ്ച് ബോക്സിലേക്ക് പാക്ക് ചെയ്യാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള റൈസിൽ ഒന്നാണ് ഈ ഒരു ലെമൺ റൈസ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ തന്നെയുള്ളൊരു കോക്കനട്ട് റൈസിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇതൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പീസാണ്. പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഒരു ലെമൺ റൈസ് വന്നിട്ട് നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫുഡൊക്കെ കയ്യിൽ കരുതുന്നവരാണെങ്കിൽ ഇതുപോലെ ലെമൺ റൈസ് ഒക്കെ നമുക്ക് കയ്യിൽ കരുതാവുന്നതാണ്. ആ ഒരു യാത്ര ചെയ്യുന്ന സമയത്തുള്ള നമ്മുടെ ആ ഒരു മോഷൻ സിക്നെസ്സും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനൊക്കെ ഇതുപോലുള്ള ഫുഡ് ഐറ്റംസൊക്കെ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ.